അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 24 ബുധനാഴ്ച. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും. വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനും നൽകും. രണ്ടിനുമായി 1080 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. മുഹറം പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും. പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും വർഷങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ സ്പേസ് എന്ന പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. സംസ്ഥാന പോലീസ് മേധാവി ചെയർമാനും KPHCC മാനേജിംഗ് ഡയറക്ടർ അംഗവുമായ സമിതിയാണ് പദ്ധതിക്ക് രൂപം നൽകുക. പത്മ പുരസ്കാര വിതരണത്തിന്റെ രണ്ടാം ഘട്ട ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. RSS സൈദ്ധാന്തികൻ P. നാരായണൻ, ജസ്റ്റിസ് KT തോമസ് എന്നിവർ പത്മവിഭൂഷൺ ഏറ്റുവാങ്ങി. നടൻ മമ്മൂട്ടി, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ പുരസ്കാരം സമ്മാനിച്ചു. മരിച്ച ADM നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജന N. നായർക്ക് സർക്കാർ ജോലി നൽകാൻ തീരുമാനം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിയമനം നൽകിയാണ് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ്. UDF സർക്കാർ മദ്യ അഴിമതിയിൽ മുങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബക്കാഡി എന്ന മദ്യക്കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് മദ്യത്തിന്റെ നികുതി കുറച്ചു. തിരഞ്ഞെടുപ്പ് ഫണ്ടിനുള്ള പ്രത്യുപകാരമായാണ് ഇത് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസ് സ്റ്റേഷൻ ഭരണ സംവിധാനത്തിൽ മാറ്റം വേണമെന്ന് DGPയുടെ റിപ്പോർട്ട്. വലിയ 63 സ്റ്റേഷനുകളിൽ മാത്രം ഇൻസ്പെക്ടർമാർ നേരിട്ട് സ്റ്റേഷൻ ഹൌസ് ഓഫീസറായാൽ മതിയെന്നാണ് DGP റവാഡ ചന്ദ്രശേഖർ റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാനത്ത് വീണ്ടും 210 പോലീസ് സർക്കിളുകൾ രൂപീകരിക്കാൻ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടി ഹൈക്കോടതി ശരിവച്ചു. സ്ഥലമാറ്റം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഡോക്ടർ മീനാക്ഷിക്ക് ഡയറക്ടറായി തുടരാം. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റി പ്രാഥമിക റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരന് കൈമാറി. സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ SS ലാൽ, കൺവീനർ ഡോക്ടർ ശ്രീജിത്ത് N. കുമാർ, അംഗം ഡോക്ടർ A. അൽത്താഫ് എന്നിവർ ചേർന്നാണ് റിപ്പോർട്ട് കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ 262 കോടി രൂപ വകമാറ്റിയെന്ന CAG റിപ്പോർട്ട് വസ്തുതകൾ ഉൾക്കൊള്ളാതെയാണെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. റിപ്പോർട്ടിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നുവെന്നും പിണറായി വിജയൻ ആരോപിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ന് 1000ാമത് കപ്പലെത്തും. MSCയുടെ മദർഷിപ്പ് ലൂസിയാന ഇന്ന് വൈകിട്ടോടെ ചരിത്രം കുറിച്ച് ബർത്ത് ചെയ്യും. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുൻപെയാണ് വിഴിഞ്ഞം 1000 തികയ്ക്കുന്നത്. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള മീറ്റ് ഫാക്ടറിയും അനുബന്ധ ഭൂമിയും പൊതുലേലത്തിൽ വിൽക്കാൻ കോടതി ഉത്തരവ്. വയനാട് നെന്മേനി മഞ്ഞാടിയിലെ ഫാക്ടറിയാണ് ലേലം ചെയ്യുക. നിക്ഷേപത്തുക തിരികെ നൽകാൻ കോടതി നേരത്തെ വിധിച്ചിട്ടും സൊസൈറ്റി പണം നൽകാത്തതിനെ തുടർന്ന് സുൽത്താൻ ബത്തേരി സബ് കോടതിയുടേതാണ് ഈ നിർണായക നടപടി. മുങ്ങിയ MSC എൽസ കപ്പലിലെ 2 കണ്ടെയ്നറുകൾ ചോർന്നത് പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കുമോ എന്ന് വ്യക്തത വരുത്തണമെന്ന് കോടതി. വലിയ തിരമാലയിൽപ്പെട്ട കരയിലേക്കെത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് കോടതി ചോദിച്ചു. പരിസ്ഥിതി മന്ത്രാലയവും DG ഷിപ്പിംഗും സംയുക്ത യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു.
ഖത്തർ റാസ് ലഫാൻ ഫാക്ടറി സ്ഫോടനത്തിൽ മരിച്ചവരിൽ മലയാളിയും. കോഴിക്കോട് നാദാപുരം തൂണേരി സ്വദേശി അർജുനാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. പ്ലാന്റ് സൂപ്പർവൈസറായിരുന്നു അർജുൻ. അപകടത്തിൽ 12 ഇന്ത്യക്കാരും ഒരു പാകിസ്ഥാനിയുമാണ് മരിച്ചത്. പാലക്കാട് കെഎസ്ആർടിസി ഡിപ്പോയിലെ ബസ് മോഷണം പോയ സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. മേപ്പറമ്പ് സ്വദേശിയായ 22-കാരൻ ഫാസിലാണ് അറസ്റ്റിലായത്. ബസ് ഓടിക്കാനുള്ള മോഹം കൊണ്ടാണ് ബസ് മോഷ്ടിച്ചതെന്നാണ് മൊഴി. കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിലെ വാർഫിലേക്കുള്ള 1/2 കിലോമീറ്ററോളം റെയിൽവേ ട്രാക്ക് കാണാനില്ല. ട്രെയിൻ സർവീസ് ഇല്ലാത്ത ട്രാക്കാണ് ഇത്. CISF, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നിവരുടെ കനത്ത നിരീക്ഷണത്തിലുള്ള കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ഭൂമിയിൽ നിന്നാണ് റെയിൽപാത മോഷണം പോയത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയോരങ്ങളിലെ വീടുകളിൽ മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടാകുന്നത് തടയാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് KC വേണുഗോപാൽ MP നിർദ്ദേശിച്ചു. കൊച്ചിയിൽ യുവതിയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത ഗുണ്ടാ നേതാവ് അട്ടാണി അനീഷിന്റെ സുഹൃത്ത് ഫിറോസ് ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അട്ടാണി അനീഷ് നേരത്തെ ബലാത്സംഗം ചെയ്ത യുവതിയെയാണ് ഫിറോസ് ഖാനും ആക്രമിച്ചത്. അനീഷ് പകർത്തിയ യുവതിയുടെ നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു ഫിറോസ് ഖാൻ യുവതിയെ ബലാത്സംഗം ചെയ്തത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. തമിഴ്നാട്ടിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും 1 ഗ്രാം സ്വർണ്ണമോതിരം സമ്മാനമായി നൽകുന്ന തായ്മാമൻ ഗോൾഡ് റിംഗ് സ്കീം പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. ഈ പുതിയ ജനക്ഷേമ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ പ്രതിവർഷം 755.83 കോടി രൂപ അനുവദിക്കും. ട്രെക്കിംഗിനിടെ യുവാവ് താഴ്ചയിലേക്ക് വീണ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. പുനെ സ്വദേശിയായ കേതൻ വിശാൽ അഗർവാൾ എന്ന 26-കാരനെ പ്രതിശ്രുത വധുവും കാമുകനും ചേർന്ന് കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് പറഞ്ഞു. പൂനെയിലെ ലോഹാഗഡ് കോട്ട കാണാനെത്തിയപ്പോഴായിരുന്നു സംഭവം. ഗുജറാത്തിലെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ 28 പഴയ ബസ്സുകളെ ഗുജറാത്ത് വിദ്യാഭ്യാസ വകുപ്പ് സോളാർ മൊബൈൽ ക്ലാസ് റൂമുകളാക്കി മാറ്റി. സമഗ്ര ശിക്ഷ ക്യാമ്പയിൻ, ഗുജറാത്ത് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നിവർ സംയുക്തമായി നടപ്പിലാക്കുന്ന രൺശാല എന്ന സ്കൂൾ ഓൺ വീൽസ് പദ്ധതിക്കാണ് സംസ്ഥാനത്ത് തുടക്കമായത്. ഛത്തീസ്ഗഡിലെ ബലോഡ ബസാർ ജില്ലയിൽ 4 മാസത്തിനിടെ 8 പേരെ വിഷം നൽകി കൊലപ്പെടുത്തിയ കടയുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഖർവെ ഗ്രാമവാസിയായ രാംസഹായ് ജയ്സ്വാൾ എന്നയാളാണ് പിടിയിലായത്. മദ്യത്തിൽ ബോറാക്സ് പൌഡർ കലർത്തി നൽകിയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. സ്വിറ്റ്സർലൻഡിൽ നടന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഉപരോധത്തിന് താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ച് അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം US ട്രഷറി വകുപ്പാണ് 60 ദിവസത്തെ താൽക്കാലിക ഉപരോധ ഇളവ് പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 21 വരെയാണ് ഈ ഇളവ്. ഇറാനിലെ ആണവ നിലയങ്ങളിൽ UN പ്രതിനിധികൾക്ക് പരിശോധന നടത്താൻ ഇറാൻ അനുമതി നൽകിയെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവന ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളി. കുടിയേറ്റക്കാർക്ക് പൌരത്വത്തിനായി അപേക്ഷിക്കാനുള്ള ഫീസ് 75% വർദ്ധിപ്പിക്കാൻ US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് നിർദ്ദേശം സമർപ്പിച്ചു. വരുമാനം കുറഞ്ഞ അപേക്ഷകർക്ക് ഇതുവരെ ലഭ്യമായിരുന്ന ഫീസ് ഇളവുകളും ആനുകൂല്യങ്ങളും പൂർണ്ണമായും നിർത്തലാക്കാനും പുതിയ ശുപാർശയിൽ വ്യവസ്ഥയുണ്ട്. ഗാസയിലെ പലസ്തീൻ കുട്ടികളെ ഇസ്രായേൽ സൈന്യം ബോധപൂർവം കൊന്നൊടുക്കുകയാണെന്നും ഇത് വംശഹത്യയുടെയും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെയും പരിധിയിൽ വരുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക അന്വേഷണ കമ്മീഷൻ. കുട്ടികളെ കൊന്നൊടുക്കുന്നതിലൂടെ പലസ്തീന്റെ ഭാവി തന്നെ തകർക്കാനുള്ള ആസൂത്രിത തന്ത്രമാണ് ഇസ്രായേൽ നടപ്പാക്കുന്നതെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തി. ഹോർമുസിൽ തങ്ങൾക്കും പരമാധികാരാവകാശങ്ങളുണ്ടെന്ന് ഒമാൻ. ഹോർമുസ് ഭാവിയിൽ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഇറാനും ഒമാനും ചർച്ചകൾ പൂർത്തിയാക്കി. ഇറാൻ അമേരിക്ക ധാരണ പാലിച്ച് സ്വാതന്ത്ര്യവും സുരക്ഷിതവുമായ നാവിക ഗതാഗതം ഒരുക്കും. വിവിധ സേവനങ്ങളും അതിനാവശ്യമായ ചെലവും ചർച്ച ചെയ്തെന്നും ഒമാൻ ഇറാൻ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. ഈ ഇരട്ട ഗോളോടെ റൊണാൾഡോ തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. പോർച്ചുഗൽ റൊണാൾഡോയിലൂടെ 6-ാം മിനിറ്റിൽ തന്നെ ലീഡ് നേടി.
17-ാം മിനിറ്റിൽ നുനോ മെൻഡസ് ഫ്രീ കിക്കിലൂടെ പോർച്ചുഗലിന്റെ ലീഡ് ഉയർത്തി. 39-ാം മിനിറ്റിൽ റൊണാൾഡോ തന്റെ 2ാം ഗോളും നേടി. 2ാം പകുതിയിൽ 4ാം ഗോളിനും വഴിയൊരുക്കിയത് റൊണാൾഡോയുടെ പ്രസിംഗിലൂടെ ലഭിച്ച കോർണർ കിക്കായിരുന്നു. വിറ്റിഞ്ഞയ്ക്ക് പകരമായെത്തിയ റാഫേൽ ലിയാവോയും ഗോൾ നേടി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ഘാനയും തമ്മിലുള്ള മത്സരം സമനിലയിൽ. ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. ഇംഗ്ലണ്ടിനും ഘാനയ്ക്കും 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുണ്ട്. മത്സരത്തിൽ കൂടുതൽ സമയവും പന്ത് ഇംഗ്ലണ്ടിന്റെ കൈയിലായിരുന്നു. ഘാന കിട്ടിയ അവസരങ്ങളിൽ മുന്നേറി. ഡെക്ലൻ റൈസ് പലകുറി ഗോൾ മുഖം വിറപ്പിച്ചു. ജൂഡ് ബെല്ലിംഗാമിന് മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കായുള്ള ഇന്ത്യൻ ടീമിൽ മാറ്റം. പരിക്കേറ്റ് പുറത്തായ ഓൾറൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരക്കാരനായി മുംബൈയുടെ വലംകയ്യൻ ബാറ്ററും ഓൾറൌണ്ടറുമായ സൂര്യൻഷ് ഷെഡ്ഗെയെ ബിസിസിഐ സീനിയർ സെലക്ഷൻ കമ്മിറ്റി ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.